അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി വയഫ്ഖഹു ഖൗലി. ഏറ്റവും ആദരണീയരായ എൻ്റെ അധ്യാപകരെ, എൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, സത്യത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. പേർഷ്യക്കാരനായിരുന്ന സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്കെത്തിയ അതിസാഹസികമായിട്ടുള്ള അല്ലെങ്കിൽ അവിശ്വസനീയമായിട്ടുള്ള ആ ചരിത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ ഓരോ സഹാബിമാർക്കും ഓരോ ചരിത്രം നമ്മളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. പക്ഷെ അവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൃദയസ്പർശമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ചരിത്രമാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. പുരാതന ഇറാനാണ് പേർഷ്യ. ആ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ നെറുകയിൽ ലോകത്തെ അടക്കി വാണ രണ്ട് സാമ്രാജ്യങ്ങളായിരുന്നു റോമും പേർഷ്യയും. ലോകത്തെ അടക്കി വാണ ആ രണ്ട് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പതനം ഒരാൾക്കും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ജനിച്ചു വീഴുന്നത്. പിന്നീട് പേർഷ്യയിലേക്ക് നടത്തിയ ഇസ്ലാമിക സൈനിക മുന്നേറ്റത്തിൽ ഇസ്ലാമിൻ്റെ പക്ഷത്ത് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. അവസാനം ഇസ്ലാമിൻ്റെ അധീനതയിലേക്ക് പേർഷ്യൻ സാമ്രാജ്യം കടന്നു വരുന്ന സന്ദർഭത്തിൽ പേർഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള മദായിനിലെ ഗവർണറായിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. സാധാരണ ഒരു പൗരനായി ജനിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിക്കൊണ്ടാണ് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുന്നത്. പ്രിയമുള്ളവരെ, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മളോട് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ പിതാവ് ഒരു മജൂസി ഗോത്രത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം വളരെ ധനികനായ ഒരു ആൾ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് പുരാതനമായിട്ടുള്ള അമ്പലങ്ങളിൽ തീ അണയാതെ സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹം എന്നെ ഒരിക്കലും പുറത്ത് വിട്ടിരുന്നില്ല, കാരണം അത്ര കണ്ട് ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന് എന്നോട്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കുമായി ആവശ്യമായിട്ട് കുറച്ച് തിരക്കിലായിരുന്നതിനാൽ അദ്ദേഹം എന്നെ ആദ്യമായിട്ട് പുറത്തേക്ക് വിടുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മോനെ, നീ തോട്ടത്തിൽ പോയിട്ട് നീ തോട്ടം നനയ്ക്കണം, പിന്നെ ഇന്ന പണികളൊക്കെ ഉണ്ട്, നീ അതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ പുറത്തേക്ക് വിടുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ദേവാലയം കാണുകയാണ്. അങ്ങനെ ആ ക്രിസ്ത്യൻ ദേവാലയത്തിൽ നിന്ന് കേൾക്കുന്ന ആ ഗാനത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് അദ്ദേഹം അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുകയും അദ്ദേഹം കുറേ നേരം ആ ക്രിസ്ത്യൻ ദേവാലയത്തിൽ ഇരിക്കുകയും ചെയ്യാണ്. പിന്നീട് ആ ക്രിസ്ത്യൻ ദേവാലയത്തിലെ ആ പാതിരിയുമായിട്ട് അദ്ദേഹം കുറേ നേരം വർത്തമാനം പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തോട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഈ മതത്തിൻ്റെ അടിസ്ഥാനം എവിടെയാണ്? അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഷാമിലാണ്. അങ്ങനെ അദ്ദേഹം കുറേ നേരം അവരുമായിട്ട് സംസാരിച്ചിരിക്കുകയും എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് പറഞ്ഞ ജോലി പോലും അദ്ദേഹം ചെയ്യാതെ വളരെ വൈകി അർദ്ധരാത്രിയായി അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ വാപ്പ വളരെ കോപാകുലനായിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇത്രയും നേരം വൈകിയത്? അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് നടന്ന മുഴുവൻ സംഭവങ്ങളും ഒരു നുണയും പറയാതെ അദ്ദേഹത്തിൻ്റെ വാപ്പയോട് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, വാപ്പ, എന്തുകൊണ്ടും എനിക്ക് ഈ മതത്തിനേക്കാൾ നല്ലതായി തോന്നുന്നത് ആ മതമാണ്. നമ്മുടെ മതത്തിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ആ മതമാണ്. വളരെ ദേഷ്യത്തോടും എന്നാൽ വളരെ ഭയത്തോടും കൂടിയിട്ടാണ് അദ്ദേഹം ഇതിനെ കേട്ടത്. കാരണം ഇത്രയും കാലം താൻ നിന്നിരുന്ന ഈ മതത്തെക്കുറിച്ച് ആണ് മകൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ അത് വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഇത് കേൾക്കുന്നത്. അപ്പോൾ പിതാവ് പറയുന്നുണ്ട്, അല്ല മോനെ, ഇത്രയും കാലം നമ്മൾ നിന്ന ഈ മതമാണ് ഏറ്റവും നല്ല മതം എന്ന് പറയുന്നത്. അങ്ങനെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു വീണ്ടും പറയാണ്, അല്ല, നമ്മുടെ മതത്തേക്കാൾ നല്ല മതമായിട്ടാണ് എനിക്കിത് തോന്നുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ അവർ തമ്മിൽ തർക്കമുണ്ടാവുകയും അങ്ങനെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ ഒരു ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിൽ പൂട്ടിയിടുകയാണ്. കാരണം ഇനി ഒരിക്കലും അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇരുമ്പു ചങ്ങലയിൽ ബന്ധിച്ച് വീട്ടിൽ പൂട്ടിയിടുന്നത്.
അങ്ങനെ വീട്ടുതടങ്കലിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ഒരു സുഹൃത്തുമായിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സുഹൃത്ത് വഴി ആ ക്രിസ്ത്യൻ പള്ളിയിലെ പാതിരിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ സന്ദേശങ്ങൾ കൈമാറാറുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം എഴുത്തിലൂടെ ചോദിക്കുകയാണ്, നിങ്ങൾ പറഞ്ഞല്ലോ ഈ മതത്തിൻ്റെ അടിസ്ഥാനം അസ്ൽ എന്ന് പറയുന്നത് ഷാമിലാണ്, അപ്പോൾ എനിക്ക് എങ്ങനെയാണ് അവിടേക്ക് എത്താൻ സാധിക്കുക? അപ്പോൾ അദ്ദേഹം പറയാണ്, ഷാമിലേക്ക് ഒരു സംഘം കച്ചവടക്കാർ പോകുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് അവരുമായിക്കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറയാണ്. അങ്ങനെ അദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം ഷാമിലെത്തുകയാണ്. ഇങ്ങനെ മാറി മാറി 6ഓളം ഗുരുക്കന്മാരുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ പോലും അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സത്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന്. അങ്ങനെ അദ്ദേഹം 6ാമത്തെ ഗുരുനാഥന് മരണപ്പെടാൻ സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇനിയും ഞാൻ എന്താണ് സത്യമതം കണ്ടെത്താൻ ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എവിടെ നിന്നാണ് സത്യമതം കണ്ടെത്തുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നീ ഉദ്ദേശിക്കുന്ന യഥാർത്ഥ മതം നിനക്ക് കണ്ടെത്തണമെങ്കിൽ ഞങ്ങളുടെ വേദത്തിൽ അബ്രഹാം പറഞ്ഞ ഒരു ചരിത്രമുണ്ട്. അറേബ്യയിൽ നിന്ന് ഒരാൾ വരാനുണ്ട്, അദ്ദേഹമാണ് ശരിക്കും സത്യത്തിൻ്റെ വാഹകൻ എന്ന് പറയാണ്. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന ഒരു സ്ഥലത്തെ കുറിച്ചിട്ട് 2 സൂചന കൂടിയും കൊടുക്കുകയാണ്. അദ്ദേഹം ഈന്തപ്പനയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്, അതേപോലെ തന്നെ 2 പാറകൾക്കിടയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഒരു ക്ലൂവും കൂടി കൊടുക്കുകയാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറെ 2 അടയാളം കൂടി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്ന്, അദ്ദേഹം സ്വതക്ക ഭക്ഷിക്കുകയില്ല, സ്വതക്കയായിട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഭക്ഷിക്കുകയില്ല. പിന്നെ അദ്ദേഹം ഹദിയ സ്വീകരിക്കും. രണ്ടാമതായിട്ട് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ 2 ഷോൾഡറിൻ്റെ ഇടയിലായിട്ട് നുബുവത്തിൻ്റെ അടയാളം കൂടി കാണാമെന്ന് പറയാണ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൻ്റെ ഇടയിലായിട്ട് നുബുവത്തിൻ്റെ 2 മുദ്രകൾ കൂടി കാണാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഈ ഗുരുനാഥൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം അറേബ്യയിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ അറേബ്യയിലേക്ക് എത്താൻ നിരന്തരം ഇങ്ങനെ പ്രയത്നിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം അറിയാണ് കുറച്ച് കച്ചവട സംഘം അറേബ്യയിലേക്ക് പോകുന്നുണ്ട് എന്ന് അദ്ദേഹം അറിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പാദ്യങ്ങളും അദ്ദേഹം വിറ്റുകൊണ്ട് അദ്ദേഹം ആ യാത്രക്കാരുടെ ഒപ്പം ചേരുകയാണ്. അദ്ദേഹം എന്നിട്ട് ആ യാത്രക്കാരോട് പറയുന്നുണ്ട്, എൻ്റെ മുഴുവൻ സമ്പാദ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് തരാം, എന്നെ എങ്ങനെയെങ്കിലും ഈ അറേബ്യയിൽ ഒന്ന് എത്തിക്കണം എന്ന് പറയാണ്. വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പാദ്യങ്ങളും അടിച്ച് മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ ഒരു അടിമയായിക്കൊണ്ട് അവിടെ കൊണ്ട് വിൽക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ അദ്ദേഹം ഒരാളുടെ കീഴിൽ അടിമയായി ജീവിക്കുമ്പോൾ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് അയാൾ ഇങ്ങനെ നിരന്തരം അന്വേഷിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ യജമാൻ്റെ കീഴിൽ ഈന്തപ്പനയുടെ മുകളിൽ ഇങ്ങനെ കയറി പണിയെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് അദ്ദേഹത്തിനോട് പറയുന്നത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, നമ്മളൊന്നും വിശ്വസിക്കാത്ത ഒരു മതമാണ് അദ്ദേഹം പ്രബോധനം ചെയ്യുന്നത്, അത് നമുക്ക് വളരെ ദോഷകരമാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആരാണ് ആ ആൾ എന്ന് അറിയാനുള്ള തിടുക്കത്തിൽ അദ്ദേഹം വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ യജമാനോട് ചോദിക്കുകയാണ്, ആരെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ആ യജമാനൻ പറയുന്നുണ്ട്, നീ ഒരു അടിമയാണ്, നീ നിൻ്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തടിച്ചുകൊണ്ട് ആട്ടിപ്പായിക്കുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ അന്വേഷിച്ച് രാത്രിയിൽ പോവുകയും അദ്ദേഹം അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അദ്ദേഹം കുറച്ച് കാരക്ക എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഞാൻ നിങ്ങൾക്ക് സ്വതക്കയായിട്ട് നൽകുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് ഭക്ഷിക്കാതെ തൻ്റെ അനുചരന്മാർക്ക് അദ്ദേഹം അത് വീതിച്ചു കൊടുത്തു. രണ്ടാമത്തെ ദിവസവും അദ്ദേഹം കുറച്ച് കാരക്ക എടുത്തുകൊണ്ട് വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഞാനിത് ഹദിയയായിട്ട് നൽകുകയാണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അങ്ങനെ അദ്ദേഹം അത് ഭക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി താൻ അന്വേഷിച്ച ആളുടെ ആദ്യത്തെ അടയാളം തനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നുവെന്ന്. അങ്ങനെ അദ്ദേഹം വീണ്ടും ക്ഷമിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൻ്റെ ഇടയിലുള്ള 2 മുദ്രകൾ കൂടി കാണാനുള്ള ഒരു സന്ദർഭം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയുകയും അദ്ദേഹം അപ്പോൾ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൻ്റെ മതം സ്വീകരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയായ
പ്രിയമുള്ളവരെ, ഒരു അവിശ്വാസിയായ മജൂസി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ലഭിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ അള്ളാഹുവിൻ്റെ സത്യമതത്തിൽ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ പ്രവാചകനെ ഒന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ത്യാഗോജ്ജലമായ ഒരു യാത്രയാണ് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ചെയ്തതെന്ന് ചരിത്രത്തിലുടനീളം നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിശ്വാസിയായ ഒരു വാപ്പയുടെയും ഉമ്മയുടെയും ഉദരത്തിൽ പിറന്ന നമ്മൾ അള്ളാഹുവിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിച്ച് ജീവിക്കുകയും അവരുടെ പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ താബിഈങ്ങളുടെയും ചരിത്രമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ ഇസ്ലാമികപരമായ ഇസ്സത്തോടുകൂടി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.